വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാനൊരു അധ്യക്ഷ പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാസർഗോഡ് സംയുക്ത മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച ഈ റാലിയിലും പ്രാർത്ഥനാ സദസ്സിലും പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കാസർകോട്ടെ മുഴുവൻ ജനങ്ങളും ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും അതീതമായി ഈ റാലിയെ അഭിവാദ്യം ചെയ്യാൻ കാസർകോട്ട് പട്ടണത്തിൻ്റെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം. എല്ലാവരോടും നമുക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. കാസർഗോഡ് സംയുക്ത മുസ്ലിം ജമാഅത്തിനെ ഈ റാലി സംഘടിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. പലസ്തീനിൽ, ഗാസയിൽ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ, ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, വെളിച്ചമില്ലാതെ ദയനീയാവസ്ഥയിൽ കഴിയുന്ന നമ്മുടെ സഹോദരീ സഹോദരന്മാർ, ആസ്പത്രിയിൽ പോലും മരുന്നില്ലാതെ വിഷമിക്കുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ, അവരുടെയൊക്കെ ചിത്രം പത്രങ്ങളിലൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആ ചലനമാണ് ഈ ഒരു റാലി സംഘടിപ്പിക്കുവാൻ സംയുക്ത ജമാഅത്ത് കമ്മിറ്റിയെ പ്രേരിപ്പിച്ചത്. ഈ റാലി വൻ വിജയമാക്കി തീർത്ത കാസർകോട്ടെ മുഴുവൻ ജനങ്ങളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും അഭിവന്യനും അനിഷേധ്യനും ആദരണീയനുമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറിയും കാസർഗോഡ് ജമാഅത്തിൻ്റെ ആദരണീയായ ഗംഭീരമായ പ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്.